ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ ദിവസം ഞാനിവിടെ ഇരുന്ന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു അമ്മയും മോളും വാച്ച് ശരിയാക്കാൻ വന്നു. അപ്പോൾ വാച്ചൊക്കെ ശരിയാക്കി കൊടുത്ത് എത്ര രൂപയെന്ന് ചോദിച്ചു. 100 രൂപയെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു 100 രൂപയ്ക്ക് ഉണ്ടാ. ഞാൻ പറഞ്ഞു 100 രൂപ ഉണ്ട് എൻ്റെ വർക്കിന് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ സംസാരിച്ച് അവർ ക്യാഷ് തന്ന് അങ്ങനെ ഞാൻ ബാക്കി 400 രൂപ കൊടുത്ത്. ഞാൻ ആ സമയത്ത് ഒറ്റയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അവർ പോയി ഏകദേശം ഊണ് കഴിക്കണ സമയമായിട്ടുണ്ട്. അങ്ങനെ ഊണ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ അമ്മയും മോളും തിരിച്ചു വന്നിട്ട് ചോദിച്ചു ഇവിടുത്തെ ചേട്ടൻ എന്തേന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ അകത്തിരുന്ന് കേൾക്കേണ്ടത്. ഞാൻ പറയാം ഇവിടെ ഉണ്ട്. അതെ ചേട്ടൻ ഞങ്ങൾക്ക് ഒരുപാട് കാശ് തന്നല്ല ബാക്കി. അപ്പോൾ ഞാൻ ചോദിച്ചു എന്തേ, ഞങ്ങൾക്ക് 400 രൂപ എന്നല്ല, ഞാനാകെ 200 രൂപയല്ലേ തന്നോളൂ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ആലോചിച്ചപ്പോൾ ഞാൻ 500 ബാക്കി കൊടുത്തത്. അപ്പോൾ അവർ പറഞ്ഞു 200 രൂപ തന്നിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു കടയിലെ സ്റ്റാഫിനോട് പറഞ്ഞു ഒരു കാര്യം ചെയ്യും, അവർക്ക് ബാക്കി 400 രൂപ എടുത്തിട്ട് ബാക്കി 100 രൂപ കൊടുത്താന്ന് പറഞ്ഞു. അങ്ങനെ അവരെ സെറ്റിൽ ചെയ്ത്. അപ്പോൾ ഞാൻ പറയാം നമ്പർ ഒന്ന് മേടിച്ച് വെച്ചേക്കെന്ന് പറഞ്ഞു. അപ്പോൾ എന്തിൻ്റെ നമ്പർ അവർ ഇനി ഞാൻ നോക്കട്ടെ എന്തെങ്കിലും ആവശ്യം വിളിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് ഒട്ടും വിശ്വാസം വന്നില്ല കേട്ടോ ഈ സംഭവം. ഞാൻ അങ്ങനെ ക്യാമറ ചെക്ക് ചെയ്ത് നോക്കി കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞ കറക്റ്റാണ്. അവർ 200 രൂപ തന്നത്, ഞാൻ 400 രൂപ തിരിച്ചും കൊടുത്ത്. അത്ഭുതപ്പെട്ടു പോയി. ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു സംഭവം നമ്മുടെ ജീവിതത്തിൽ തന്നെ. മറ്റുള്ളവരുടെ അധ്വാനത്തിൻ്റെ ഫലം തങ്ങൾക്ക് വെറുതെ വേണ്ട എന്ന തത്വം പ്രാവർത്തികമാക്കിയ ഇവർക്കും അതുപോലെ ചിന്തിക്കുന്ന എല്ലാവർക്കും ഈശ്വരൻ സന്തോഷകരമായ ജീവിതം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി, നമസ്കാരം.